നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അയാളുടെ പേര് പറഞ്ഞത് ഗിരിയെ പേടിച്ചിട്ടൊന്നുമല്ല. അത് നെറ്റിയിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പൊന്ന് തുടച്ചിട്ട് നീ പറ. ആന്റി മോളെ, ആന്റി ഭയങ്കര തിരക്കിലാണല്ലോ. മോളെ ഗിരിക്ക് ഭയങ്കര തിരക്കല്ലേ. പോകുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവൻ ഒന്നും കഴിക്കില്ല. മോളിരിക്ക്, അവന്റെ കൂടെ കഴിക്കാലോ. ഞാൻ കഴിച്ചത് ആന്റി. ആന്റിക്ക് നല്ല കൈപ്പുണ്യാണല്ലോ. മോൾക്ക് പാചകം ചെയ്യാനൊക്കെ അറിയോ? ഞാനിനി എത്ര കാലം എന്ന് വെച്ചാ, ഇനി മോള് വേണം എല്ലാം ഏറ്റെടുക്കാൻ. അതിനെന്താ ആന്റി, ഗിരിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. വീടിക്ക് ഞാൻ ഗിരിയെ വിളിച്ച് താഴേക്ക് വിടാം. നിങ്ങൾ സംസാരിച്ചു. പിന്നെ ഇവരെ പോലെ അടുക്കളയിൽ കിടന്ന് നിരങ്ങാനാണല്ലോ ഞാൻ MBA ചെയ്തത്. തോണ്ടായിട്ടൊരു മോഹം. ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറ മാഷേ. എന്റെ ഗുഡ് മോർണിംഗ് കേൾക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നാലേ എല്ലാ ദിവസവും ഞാനൊരു മെസ്സേജ് അയക്കാം. ഇങ്ങോട്ടേക്ക് വരാതിരിക്കോ? ഞാൻ ഇങ്ങോട്ട് വന്ന ഗിരിക്കെന്താ? എനിക്കല്ല, നിനക്കാ പ്രശ്നം. നീ ഈ വരുന്നതും പോകുന്നതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞു നടക്കാൻ അവർക്ക് വേറൊന്നും വേണ്ട. ഏയ്, നമ്മുടെ നാട്ടുകാരും അത്രയ്ക്കൊന്നും പോരാ. എത്ര കാലമായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നമ്മളെ ചേർത്ത് ഇന്നേ വരെ ഒരു കഥ പോലും ഞാൻ കേട്ടിട്ടില്ല. എന്നാ ആ മഞ്ജുവിനെയും ചേർത്ത് ഗിരിയുടെ വീഡിയോ വരെ ഇറങ്ങി. ഇപ്പൊ എല്ലാരും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു നടക്കുക. അന്നേ ഞാൻ തീരുമാനിച്ചതാ ആ വീഡിയോ ഇറക്കിയവനിട്ട് ഒരു പണി കൊടുക്കണമെന്ന്. അവൻ ആരാണെന്ന് എനിക്കറിയാം. കുറച്ച് സ്നേഹത്തോട് ചോദിക്കുക ഗിരി, എന്നാലല്ലേ പറയാനൊരു സുഖം തോന്നൂ. എനിക്ക് നിന്നോട് കളിച്ച് നിൽക്കാൻ താല്പര്യമില്ല. പറയുന്നെങ്കിൽ പറ, ഇല്ലെങ്കിൽ പോ. ഗിരി ഒട്ടും റൊമാൻറ്റിക് അല്ല. സാരല്ല, കല്യാണം കഴിഞ്ഞ് ഞാൻ ശരിയാക്കിക്കോളാം. ആ വീഡിയോ പുറത്തുവിട്ടത് ഫ്രാൻസിസാ. ഉറപ്പാണോ? 100%. വേണമെങ്കിൽ അയാളോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക്. ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞിട്ട് പോ. ഡാഡി, ആ ഗിരിയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. എന്തു പറ്റി? ശാലിനി അവനെ കാണാൻ കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ പോയിട്ടുണ്ട്. ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. അവൾക്കൊരു ചീത്തപ്പേരുണ്ടായാലേ ഡാഡി മനസ്സിലുണ്ടാക്കിയ പ്ലാനൊക്കെ വെറുതെ ആവും. ശാലിനിയുടെ മനസ്സിൽ ഗിരി അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാ. അവൾ ആ സ്വാതന്ത്ര്യം ഗിരിയോട് എന്തായാലും കാണിക്കും. ഗിരി ഒരാണാ. ഒരു പെണ്ണിങ്ങനെ പുറകെ നടക്കുമ്പോ അവന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം തോന്നിയാ മതി, എല്ലാം അതോടെ തീരും. എടാ മോനെ, ഗിരി വേറും ഒരാണല്ല, നല്ല അന്തസ്സുള്ള ആണാണ്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേര് നശിക്കരുതെന്ന് അവൻ എപ്പോഴും ചിന്തിക്കും. നിന്നെപ്പോലൊരു പെണ്ണിനെ കണ്ട എല്ലാം മറക്കുന്നവനല്ല അവൻ. അവൻ ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല, എനിക്ക് ഉറപ്പാ. എത്ര ഉറപ്പുണ്ടെങ്കിലും ഇനി കാര്യങ്ങൾ വെച്ച് നീട്ടുന്നത് റിസ്ക് ആണ്. എടുത്തിയാടി ഓരോന്ന് ചെയ്യുന്ന അബദ്ധം കാണിക്കുന്നത് നിന്റെ ശീലമാണ്. എടാ, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം കാണണമെങ്കിൽ ക്ഷമ വേണം. ആൾബലം കൊണ്ടും കാശുകൊണ്ടും നമ്മൾ ഗിരിയേക്കാൾ കൂടുതൽ ശക്തരല്ലേ?
പിന്നെ എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവത്തില്ല. കാരണം നിനക്ക് അതിനുള്ള ബുദ്ധിയില്ല. ഗിരിയെ നേർക്ക് നേരെ ഒന്ന് തോൽപ്പിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇനി അങ്ങനെ നടന്നു തന്നെ ഇരിക്കട്ടെ. അവൻ എന്റെ വലം കൈയാണ്. ഞാൻ വെട്ടിപ്പിടിച്ചതെല്ലാം കൈവിട്ടു പോകാതിരിക്കുന്നത് അവന്റെ ഒറ്റ ഒരുത്തന്റെ മിടുക്കുണ്ടാ. അങ്ങനെ വിശ്വാസം കാണിക്കുന്ന ഒരുത്തനെ ഇപ്പൊ ഒഴിവാക്കുന്നത് മണ്ടത്തരവാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും ഒരു വില്ലനാവരുത്. ഇതെല്ലാം കൂടെ സാധിക്കണമെങ്കിൽ കുറച്ച് പാടുപെടും. എടാ, ശത്രുക്കളെ തോൽപ്പിക്കണമെങ്കിൽ സമയം സന്ദർഭവും നോക്കി വേണം കരുക്കൾ നീക്കാൻ. സമയമാകുമ്പോൾ അച്ഛനത് ചെയ്തോളാം. പൊന്നുമോൻ, ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. കൂടുതൽ ആലോചിച്ച് തല ചൂടാക്കാൻ നിൽക്കണ്ട. പറഞ്ഞ മനസ്സിലായല്ലോ? എന്റെ വീഡിയോ നാട്ടുകാർക്ക് അയച്ചു കൊടുത്തത് നീയാണെന്ന് ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? അയ്യോ ഗിരി, അതങ്ങനെയല്ല. അറിയാതെ പറ്റിപ്പോയതാ. അറിഞ്ഞോണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് ചെയ്യും. നീ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും.